നമ്മൾ മലയാളികളുടെ ദേശീയ ഭക്ഷണമാണ് അരി അല്ലേ, അല്ലെങ്കിൽ ചോറ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനും അരി പ്രാപ്യമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് റേഷൻ കടകൾ വഴി സർക്കാർ അരി വിതരണം നടത്തുന്നത്. അപ്പോൾ 43 ലക്ഷം കിലോ അരി കാണാതായാൽ എങ്ങനെയിരിക്കും? നമുക്കറിയാം, സാധാരണ രീതിയിൽ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൗണുകളിലൊക്കെ വൻ രീതിയിൽ എലികളുണ്ടാവും അല്ലേ, ഈ സാധനങ്ങളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. 43 ലക്ഷം കിലോ അരി എങ്ങനെയായിരിക്കാം കാണാതായിട്ടുണ്ടാവുക? സംഭവം നടക്കുന്നത് 2021 ജൂൺ മുതൽ 2025 ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അരി കരിഞ്ചന്തയിലെത്തിയെന്നും എങ്ങനെയാണ് അട്ടിമറിച്ചതും എന്നുള്ളതും നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. സപ്ലൈകോയിലെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ, ഇടനിലക്കാർ, റേഷൻ കട വ്യാപാരികൾ എല്ലാവരുടെയും ഒത്തൊരുമ കൊണ്ട് തന്നെയാണ് ഈ 43 ലക്ഷം കിലോ അരി കരിഞ്ചന്തയിലേക്ക് പോയത്. ഇതിൽ 1,30,000 കിലോ അരി ഇവർ എവിടേക്കാണോ വിറ്റത് ആ സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 75,000 കിലോ അരി കരിഞ്ചന്തക്കാർക്ക് വിൽക്കാൻ വേണ്ടി സപ്ലൈകോയുടെ ഗോഡൗണിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സപ്ലൈകോയിൽ സ്പെഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്, അതുപോലെ സ്ക്വാഡ് ഉണ്ട്, സപ്ലൈകോ വിജിലൻസ് ഉണ്ട്. ഈ 3 കൂട്ടരുടെയും സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്രയും അരി പിടിച്ചെടുത്തത്. ബാക്കി അരികളൊക്കെ എങ്ങനെ എവിടേക്ക് പോയി എന്നുള്ളത് അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സപ്ലൈകോയിലേക്ക് വരുന്ന സ്റ്റോക്കുകൾ അതാത് ദിവസം ഇവർ കറക്റ്റായിട്ട് രജിസ്റ്ററിൽ രേഖപ്പെടുത്താറില്ല. അങ്ങനെ ഇവർ രജിസ്റ്ററിൽ കൃത്രിമത്വം കാണിച്ചിട്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ അരി വിതരണത്തിലേക്ക് തിരിഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ റേഷൻ കടയിൽ നിന്നും നമുക്ക് ഏത് റേഷൻ കാർഡ് ഹോൾഡർ ആണെങ്കിലും APL ആയാലും BPL ആയാലും ആരായാലും നമുക്ക് കിട്ടുന്ന അരിയുടെ ക്വാളിറ്റി സെയിം ആയിരിക്കും അല്ലേ. അതിൻ്റെ സബ്സിഡിയിൽ വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ചില കാർഡിന് കൂടുതൽ അരി ഉണ്ടാവും, ചില കാർഡിന് കുറച്ച് അരിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അരിയുടെ ക്വാളിറ്റി എല്ലാവർക്കും കിട്ടുന്ന ഒരേ ക്വാളിറ്റിയിലുള്ള അരിയാണ്. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ പുറത്തേക്ക് കടത്തുന്ന ഗോഡൗണിൽ നിന്നും അനധികൃതമായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കടത്തുന്ന റേഷൻ അരി പോകുന്നത് അരി മില്ലുകളിലേക്കാണ്. അവിടെ കൊണ്ടുപോയി ഈ അരി ഒന്നുകൂടെ ഇവർ പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്തിട്ട് കിലോയ്ക്ക് 18 രൂപ മുതൽ 26 രൂപ വരെ നിരക്കിലാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള അരിക്കടകൾക്ക് ഇവർ വിൽക്കുകയാണ്. അങ്ങനെ ബ്രാൻഡഡ് അരികളുടെ കൂടെ ഈ റേഷൻ അരി കൂടെ ഇവർ ചേർത്തിട്ട് വിൽക്കും. കിലോയ്ക്ക് 48 അല്ലെങ്കിൽ 50 രൂപയ്ക്കൊക്കെ നമുക്ക് കിലോയ്ക്ക് കിട്ടുന്ന അരികളുണ്ടല്ലോ, അങ്ങനെയുള്ള അരികളുടെ കൂടെയാണ് ഈ റേഷൻ അരി കൂടെ അവർ മിക്സ് ചെയ്ത് വിൽക്കുന്നത്. ഇങ്ങനെ അരി മോഷണത്തിന് വേണ്ടിയിട്ട് താൽക്കാലിക ജീവനക്കാരെ പോലും ഗോഡൗണിലേക്ക് നിയമിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ നമ്മുടെ ഗോഡൗണിലേക്ക് വരുന്ന ഒരു ചാക്ക് അരി എന്ന് പറയുന്നത് 50 കിലോ ആണ് എന്നാണ് ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റ്. അതേസമയം നമ്മുടെ ഗോഡൗണിൽ നിന്നും ഈ അരി തിരിച്ചു പോകുമ്പോൾ ഒരു ചാക്കിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 47 അല്ലെങ്കിൽ 48 കിലോ ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മളുടെ സപ്ലൈകോയുടെ ഗോഡൗണിൽ വെച്ചിട്ട് തന്നെയാണ്. എങ്ങനെയാണ് അരി ഇവർ മോഷ്ടിക്കുന്നത് നോക്കാം. 1.5 ഇഞ്ച് വലിപ്പമുള്ള പൈപ്പ് ഈ 50 കിലോ തൂക്കമുള്ള അരിച്ചാക്കിലേക്ക് കുത്തിയിറക്കും. അതിൻ്റെ അറ്റം ഒന്ന് കൂർപ്പിച്ചിട്ട് ആ അറ്റം അരിച്ചാക്കിലേക്ക് കുത്തിയിറക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അരി താഴേക്ക് പോരും അല്ലേ. അങ്ങനെ 2 കിലോ അല്ലെങ്കിൽ 3 കിലോ അരി ഇവർ സുഖമായിട്ട് അതിൽ നിന്നും അടിച്ചെടുക്കും. അത് കഴിയുമ്പോൾ അടുത്ത ചാക്കിലേക്ക് കുത്തും. ഈ പൈപ്പ് അടുത്ത ചാക്കിലേക്ക് കുത്തിയിറക്കും. അങ്ങനെയാണ് ഇവർ അരി ശേഖരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ശേഖരിക്കുന്ന അരി റേഷൻ കടയിലെ ആ സെയിം ചാക്കിൽ തന്നെ വേണമല്ലോ പുറത്തെത്തിക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ട് സമീപ പ്രദേശത്തുള്ള റേഷൻ കടയിൽ നിന്നും അവർ മാറ്റി വെച്ചിട്ടുള്ള ചാക്ക് ഇവർ വാങ്ങും. അതുപോലെ സൂചിയും നൂലും കടയിൽ നിന്നും വാങ്ങും. അങ്ങനെ ഇതുമായിട്ട് ഗോഡൗണിൽ നിന്ന് മേൽപ്പറഞ്ഞ രീതിയിലുള്ള കുത്തിയെടുത്ത അരി ഒരു ചാക്കിൽ 47 അല്ലെങ്കിൽ 48 കിലോ തൂക്കം വരുന്ന രീതിയിൽ നിറച്ച് ആ ചാക്കിൻ്റെ മുകൾ ഭാഗം നല്ല രീതിയിൽ അവർ തുന്നി കെട്ടിവെക്കുന്നു. എന്നിട്ട് നമ്മുടെ ഗോഡൗണിൽ നിന്നും ചാക്കുകൾ റേഷൻ അരി പുറത്തേക്ക് പോകുന്ന കൂട്ടത്തിൽ, അതായത് സാധാരണ ഒരു ലോഡ് പോവുക എന്ന് പറഞ്ഞാൽ 200 ചാക്കാണ് ഒരു ലോഡിൽ ഉണ്ടാവുന്നത്.
അപ്പോൾ എന്താ പറയുക, എല്ലാ ചാക്കും അരി എല്ലാ ചാക്കിലും 50 കിലോ ഉണ്ടാവില്ല എന്നുള്ള ഒരു കണക്ക് കാണിച്ച് ഇവരെന്ത് ചെയ്യും, അഡീഷണൽ 5 ചാക്ക് കയറ്റും. അപ്പം 200 ചാക്കിന് പകരം 205 ചാക്ക് അതിനകത്ത് വരും. കൂടാതെ നേരത്തെ പറഞ്ഞ രീതിയിൽ അരി കുത്തിയെടുത്ത് തുന്നി വെച്ച ചാക്കുണ്ടല്ലോ, ആ ചാക്കുകളും കൂടെ ഇവരതിൻ്റെ കൂടെ കയറ്റിയിട്ട് നേരായ രീതിയിൽ തന്നെയാണ് ഗോഡൗണിൽ നിന്നും പുറത്തേക്ക് ഈ ചാക്കുകൾ എത്തുന്നത്. എന്നിട്ട് ആവശ്യക്കാർക്ക് ഇടനിലക്കാർ മുഖാന്തരം എവിടെയാണോ ഇറക്കി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതാത് സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് അവർ ഇറക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് അരി ഗോഡൗണിൽ നിന്നും പുറത്തേക്ക് എത്തുന്നത്. ഇനി നമ്മുടെ റേഷൻ കടകളിലും ചെറിയ രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കറിയാം, ചില കാർഡുകാർക്ക് 35 കിലോ അരിയൊക്കെ കിട്ടും അല്ലേ, 35 കിലോ 25 കിലോ അങ്ങനെയുള്ള അരികളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകാർ വരുമ്പോൾ നമ്മുടെ റേഷൻ വ്യാപാരികൾ എന്ത് ചെയ്യും, അവർക്ക് അരി കൊടുക്കും, കുറച്ചരി, മുഴുവൻ അരി കൊടുക്കില്ല, പറയും ബാക്കി സ്റ്റോക്ക് തീർന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവർ പറഞ്ഞ് കാര്യങ്ങൾ മാറ്റും. എന്നിട്ട് ഇങ്ങനെ വരുന്ന അരിയും, പിന്നെ നമുക്കറിയാം APLലുള്ള എല്ലാവരും ഒന്നും എല്ലാ മാസവും ഒന്നും കറക്റ്റായിട്ട് അരി വാങ്ങില്ല എന്നറിയാം അല്ലേ. അപ്പോൾ ഒരു BPLകാരന് കിട്ടേണ്ട അരി മുഴുവൻ കൊടുക്കാതെയും റേഷൻ അരി വാങ്ങാത്ത APLകാരൻ്റെ അരിയും എല്ലാം കൂടി റേഷൻ കട വ്യാപാരികളും ആർക്ക് കൊടുക്കും, ഇടനിലക്കാരൻ്റെ കൈകളിലേക്ക് കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു റേഷൻ വ്യാപാരി ഉണ്ടായിരുന്നു. അവർ ഒരിക്കലും വരുന്ന ആളുകൾക്ക് മുഴുവനായിട്ടുള്ള അരിയും സാധനങ്ങളൊന്നും വിതരണം ചെയ്യാറില്ല. കൂടുതലും അവിടെ വരുന്ന BPL കാർഡുകാരായിരുന്നു. കാരണം തീരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പുറത്ത് പോയിട്ട് പുറം വിലയ്ക്ക് കിലോയ്ക്ക് 50 രൂപയുടെയും ഒന്നും അരി വാങ്ങാനുള്ള നിവൃത്തി അവർക്കില്ല. അവർ പൂർണ്ണമായിട്ടും ഈ ഒരു റേഷൻ കടയെ ആശ്രയിച്ച് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ വ്യാപാരി ഇങ്ങനെ ഇവരോട് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അവർ സഹികെട്ടു, മടുത്തിട്ടാണ് അവർ സപ്ലൈകോയിൽ കംപ്ലൈൻറ്റ് ചെയ്തു. അങ്ങനെ സപ്ലൈകോയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നു. നമുക്കറിയാം ഉച്ചയ്ക്ക് കുറച്ച് സമയം റേഷൻ കട അടച്ചിടുമല്ലേ, പിന്നെ 4 മണിക്കും 4:30ക്കും എന്നാണ് തുറക്കുന്നത്. ആ കറക്റ്റ് കട തുറക്കുന്ന സമയത്ത് ഓഫീസേഴ്സ് എത്തി അവരെല്ലാ രജിസ്റ്ററും സ്റ്റോക്കും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഭയങ്കര വലിയ കുറ്റകൃത്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇവർക്കിനി അതിൻ്റെ നടത്തിപ്പവകാശം കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ നമുക്കൊരിക്കലും റേഷൻ കടയൊന്നും അങ്ങനെ പൂട്ടിയിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറൊരാൾക്ക് നടത്തിപ്പവകാശം വേറൊരാൾക്ക് കൈമാറി. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായിട്ട് അന്ന് ഏറ്റെടുത്ത പുതിയ വ്യക്തിയാണ് റേഷൻ കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആ കട മുൻപോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതേപോലെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഇവരുടെ ഈ എല്ലാ തിരിമറികളും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എല്ലാത്തിലും എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത്. അതിപ്പം ഗോഡൗണിലിരിക്കുന്ന ആളുകളായാലും ഓഫീസിലിരിക്കുന്ന ആളുകളായാലും റേഷൻ വ്യാപാരികളായാലും എല്ലാവരും നല്ലവരുമല്ല, എല്ലാവരും മോശക്കാരുമല്ല. അപ്പോൾ ചിലരെങ്കിലും ഉണ്ടാവും ഇങ്ങനെ പുഴുക്കത്തെ പോലെ ചിലരുണ്ടാവും. ഇതിൽ നിന്നും കിട്ടുന്ന പൈസയും കൊണ്ട്, അല്ലെങ്കിൽ കൈയിട്ട് വാരി കരിഞ്ചന്തയിൽ വിറ്റ് കിട്ടുന്ന പൈസയും കൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് കുറേ സ്വത്ത് മുതലൊക്കെ സമ്പാദിച്ച് വെക്കുന്ന കുറേ ആളുകളൊക്കെ നമുക്കിടയിലുണ്ട് അല്ലേ. അപ്പോൾ ഒരു സർക്കാർ സംവിധാനം അത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അല്ലെങ്കിൽ കുറ്റമറ്റതായിട്ട് അത് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉദ്യോഗസ്ഥരും അവർക്ക് എന്താ വേണ്ടത്, ആത്മാർത്ഥത ഉള്ളവരായിരിക്കണം, സത്യസന്ധത ഉള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഏതൊരു സർക്കാർ സംവിധാനമാണെങ്കിലും അത് പൂർണ്ണമായിട്ടും വിജയിക്കുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.